നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്ക് രേഖപ്പെടുത്തി. മരണസംഖ്യയും വർദ്ധിച്ചു. 38,607 പേർക്ക് പുതുതായി രോഗം. 24 മണിക്കൂറിടെ 1,57,548 സാമ്പിളുകൾ പരിശോധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 24.5%. 48 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. 21,116 പേർ രോഗമുക്തരായി. ജില്ലയിൽ 3,857 പേർക്ക് പുതുതായി രോഗം. 999 പേർക്ക് രോഗമുക്തി. വി പ്രകാശിന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ തേങ്ങി നാടും പ്രവർത്തകരും. അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നിരവധി ആളുകൾ. മലപ്പുറം DCC ഓഫീസിലും എടക്കരയിലെ വീട്ടിലും പൊതുദർശനം. വി പ്രകാശിന്റെ അന്ത്യം പുലർച്ചെ ഹൃദയാഘാതത്തെ തുടർന്ന് പ്രകാശിന്റെ പെടുന്നതിനുള്ള നിര്യാണത്തിൽ ഉലഞ്ഞ് കോൺഗ്രസും UDFും. അനുശോചന പ്രവാഹം. സംസ്ഥാനങ്ങളിലെ മദ്രസകളിലെ പൊതുപരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 96.08% വിജയം. 506 വിദ്യാർത്ഥികൾക്ക് ടോപ്പ് പ്ലസ് റാങ്ക്. 5, 7, 10 പ്ലസ് 2 ക്ലാസുകളിലായി 2,54,205 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. വാക്കാട് കടപ്പുറത്ത് കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച മത്സ്യവില്പന. പ്രതിരോധ നടപടികൾ ഊർജിതമാക്കി താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി. വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തിൽ പ്രതിദിന കോവിഡ് കണക്ക് പുതിയ ഉയരത്തിലെത്തി. ഇന്നുവരെയുള്ളതിൽ ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്ക് രേഖപ്പെടുത്തി. മരണസംഖ്യയും ദിനംപ്രതി ഉയർന്നു വരുന്നു. 38,607 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിന് 1,57,548 സാമ്പിളുകൾ പരിശോധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 24.5%. 48 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. ആകെ മരണസംഖ്യ 5,259. രോഗമുക്തരുടെ എണ്ണം 21,116 വർദ്ധിച്ചത് ആശ്വാസമേകുന്നു. സംസ്ഥാനത്ത് കോവിഡ് സ്ഥിതിഗതികൾ അതീവ സങ്കീർണമായി തന്നെ തുടരുകയാണ്. ഓരോ ദിവസവും പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനവാണുണ്ടാകുന്നത്. വ്യാഴാഴ്ച ഇന്നുവരെയുള്ളതിൽ ഏറ്റവും ഉയർന്ന രോഗികളുടെ നിരക്കാണ് രേഖപ്പെടുത്തിയത്. 38,607 പേർക്ക് കൂടി സംസ്ഥാനത്ത് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് എറണാകുളം ജില്ലയിൽ തന്നെയാണ്. 5,000-ന് മുകളിലാണ് എറണാകുളത്തെ രോഗികൾ. 5,369 പേർ എറണാകുളം ജില്ലയിൽ രോഗികളായി. കോഴിക്കോട് 4,990, തൃശൂർ 3,954, തിരുവനന്തപുരം 3,940, മലപ്പുറം 3,857, കോട്ടയം 3,616, പാലക്കാട് 2,411, കൊല്ലം 2,058, ആലപ്പുഴ 2,043, കണ്ണൂർ 1,999, പത്തനംതിട്ട 1,245, ഇടുക്കി 1,153, കാസർഗോഡ് 1,063, വയനാട് 909 എന്നിങ്ങനെയാണ് ജില്ലകളിലെ പ്രതിദിന രോഗബാധിതരുടെ കണക്ക്. വയനാട് ജില്ലയിൽ മാത്രമാണ് രോഗികളുടെ എണ്ണം 3 അക്കമുള്ളത്. മറ്റു 11 ജില്ലകളിലും രോഗികളുടെ എണ്ണം 4 അക്കം കടന്നത് ആശങ്കയേറ്റുന്നുണ്ട്. 24 മണിക്കൂറിനിടെ 1,57,548 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 24.5%. UK, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ആർക്കും തന്നെ 24 മണിക്കൂറിനകം കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 48 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണസംഖ്യ 5,259. സമ്പർക്ക രോഗികളുടെ എണ്ണം ഉയർന്നു തന്നെ ഇരിക്കുന്നതും ആശങ്കയേറ്റുന്നുണ്ട്. 35,577 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. 300 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നെത്തിയവരാണ്. 2,620 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 110 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. അതേസമയം രോഗമുക്തരുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശ്വാസമേകുന്നുണ്ട്. 21,116 പേർ കൂടി രോഗമുക്തരായി ആശുപത്രി വിട്ടു. ഇതോടെ 2,84,086 പേരാണ് നിലവിൽ രോഗബാധിതരായി ചികിത്സയിലുള്ളത്. 12,44,301 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 5,93,840 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇവരിൽ 5,69,831 പേർ വീടുകളിലോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനുകളിലോ നിരീക്ഷണത്തിലാണ്. 24,009 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിൽ കഴിയുന്നു. 4,423 പേരെയാണ് പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വ്യാഴാഴ്ച 19 പുതിയ ഹോട്ട്സ്പോട്ടുകൾ കൂടി രൂപപ്പെട്ടു. ഒരു പ്രദേശത്തെയും ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടില്ല. ആകെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 616. ജില്ലയിലും രോഗബാധിതരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു. 3,857 പേർക്കാണ് പുതുതായി രോഗം ബാധിച്ചത്. കൂടുതലും സമ്പർക്ക രോഗികളാണെന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. 3,648 പേർ സമ്പർക്ക രോഗികളാണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 32.05%. 999 പേർ രോഗമുക്തരായി. ആകെ മരണസംഖ്യ 669. ജില്ലയിലും കോവിഡ് പ്രതിദിന രോഗികളുടെ എണ്ണം ആശങ്കാജനകമാം വിധം വർദ്ധിച്ചു വരികയാണ്. വൈറസ് ബാധിതരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ടായിട്ടുണ്ട്. 3,857 പേർക്കാണ് പുതുതായി രോഗബാധ സ്ഥിരീകരിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും ഉയർന്നു തന്നെയിരിക്കുന്നു. സമ്പർക്കത്തിലൂടെ രോഗികളാകുന്നവരുടെ എണ്ണമാണ് ഏറ്റവും കൂടുതൽ.
ജില്ലയിൽ പ്രതിദിന രോഗബാധിതരിൽ ഏറ്റവും ഉയർന്ന നിരക്കാണ് വ്യാഴാഴ്ച രേഖപ്പെടുത്തിയത്. 3857 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 32.05 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും ഉറവിടമറിയാതെയും വൈറസ് ബാധിതരാകുന്നവരുടെ എണ്ണവും വർദ്ധിക്കുന്നു. നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ 3648 പേരും ഉറവിടമറിയാതെ 171 പേരും രോഗികളായി. രോഗബാധിതരിൽ 4 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയ 13 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 21 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചു. അതേസമയം ജില്ലയിൽ രോഗമുക്തരാകുന്നവരുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട്. 999 പേർ വ്യാഴാഴ്ച രോഗമുക്തരായി. ഇതോടെ ജില്ലയിൽ രോഗമുക്തരായവരുടെ എണ്ണം 1,31,186 ജില്ലയിൽ ഇപ്പോൾ 37,391 പേരാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത്. 32,001 പേർ വിവിധ ചികിത്സാ കേന്ദ്രങ്ങളിലായി നിരീക്ഷണത്തിലുണ്ട്. കോവിഡ് പ്രത്യേക ചികിത്സാ കേന്ദ്രങ്ങളായ ആശുപത്രികളിൽ 891 പേരും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 259 പേരും സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 363 പേരും ചികിത്സയിൽ കഴിയുന്നു. ശേഷിക്കുന്നവർ വീടുകളിലും മറ്റുമായി നിരീക്ഷണത്തിൽ കഴിയുകയാണ്. ഇതുവരെ 669 പേരാണ് കോവിഡ് ബാധിതരായി ജില്ലയിൽ മരണപ്പെട്ടത്. കോവിഡ് വ്യാപനം ഗണ്യമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യ ജാഗ്രത കൈവിടരുതെന്ന് ജില്ലാ കളക്ടർ കെ ഗോപാലകൃഷ്ണൻ ആവർത്തിച്ച് അഭ്യർത്ഥിച്ചു. രോഗപ്രതിരോധത്തിനായി അക്ഷീണ പ്രയത്നമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പും മറ്റു സർക്കാർ വകുപ്പുകളും നടത്തിവരുന്നത്. കോവിഡ് പ്രതിരോധ വാക്സിൻ വിതരണവും ജില്ലയിൽ നടന്നുവരുന്നു. ഇതിനിടയിലും ജില്ലയിലെ ഏറ്റവും ഉയർന്ന പ്രതിദിന രോഗികളുടെ എണ്ണം റിപ്പോർട്ട് ചെയ്യുന്നത് ആശങ്കയേറ്റുന്നുണ്ട്. കോവിഡ് പ്രതിരോധം തിരൂർ മത്സ്യ മാർക്കറ്റിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനം. നഗരസഭാ ചെയർപേഴ്സൺ പ്രത്യേകം വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഈ തീരുമാനം. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തിരൂർ മത്സ്യ മാർക്കറ്റിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ നഗരസഭാ ചെയർപേഴ്സന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. നഗരത്തിലെ ഹോൾസെയിൽ മത്സ്യ മാർക്കറ്റ് വ്യാപാരത്തിന്റെ സമയം പുലർച്ചെ 3 മുതൽ 6 വരെ നിജപ്പെടുത്താൻ കച്ചവടക്കാരുടെയും തൊഴിലാളി പ്രതിനിധികളുടെയും സംയുക്ത യോഗത്തിൽ തീരുമാനിച്ചു. കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുന്നതിന് കർശന നിർദ്ദേശങ്ങൾ നൽകി. യോഗത്തിൽ ചെയർപേഴ്സൺ എ പി നസീം അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ പി രാമൻകുട്ടി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിജിത, സുബൈദ, കൗൺസിലർമാരായ ബാവ, സതീശൻ, സംഘടനാ പ്രതിനിധികളായ പി കെ തങ്ങൾ, വി പി ഹംസ, നൌഷാദ് കുഞ്ഞിപ്പ, ജബ്ബാർ, സക്കീർ, ഹെൽത്ത് ഇൻസ്പെക്ടർ സുബ്രഹ്മണ്യൻ, ജയച്ചൈ, രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. അവിടെ വ്യാപകമായിട്ട് ഒരുപാട് ആളുകൾ രാവിലെ തിങ്ങിക്കൂടുന്ന അവസ്ഥ ഉണ്ടെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ വിളിച്ചത്. അവർക്ക് രാവിലെ പുലർച്ചെ 4 മണി മുതൽ 6 മണി വരെ കച്ചവടം നടത്തുകയും 6 മണിക്ക് ശേഷം അത് വൈൻഡപ്പ് ചെയ്ത് തിരിച്ചു പോകാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്ത് കച്ചവടം ചെയ്യുന്ന ആളുകളെല്ലാവരും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഈ മഹാമാരിയെ പിടിച്ചുകെട്ടാൻ നഗരസഭ ഒറ്റക്കെട്ടായിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അതിൽ അവരും മത്സ്യ മാർക്കറ്റിൽ മത്സ്യ കച്ചവടം നടത്തുന്നവരും പരിപൂർണ പിന്തുണ അറിയിച്ചുകൊണ്ടാണ് പോയത്. അവർ പറഞ്ഞു അവർ 6 മണിയോടുകൂടി അവരുടെ വ്യാപാരം അവസാനിപ്പിച്ച് അവർ പോകാൻ തയ്യാറാണ് എന്ന് പറയുകയും നഗരസഭ അത് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ അതൊരു സമൂഹത്തിന് രോഗം പകർത്താൻ ഇടവരാത്ത വിധത്തിൽ സമൂഹത്ത് പുറത്തുനിന്ന് ആൾക്കാർ വരുന്നതിന് മുന്നേ അവരവരുടെ കച്ചവടം അവസാനിപ്പിച്ച് പോകാനുള്ള തീരുമാനം ഇന്നത്തെ മീറ്റിങ്ങിൽ കൈക്കൊണ്ടിട്ടുണ്ട്. നമുക്ക് ഈ മഹാമാരിയെ അതിജീവിക്കുന്നതിന് വേണ്ടി ഇനിയിപ്പോൾ നഗരസഭ അടുത്തതായി വളണ്ടിയർമാരെ സെലക്ട് ചെയ്യുന്നു. അവരുടെ സേവനം കൂടി പ്രയോജനപ്പെടുത്താനുള്ള CFLTC കൊണ്ട് നടക്കുന്നതിന് വേണ്ടി അവരുടെ ശ്രമകരം അവരെ കൂടെ നിർത്തിയിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. ഒരു രോഗി പോലും നമ്മുടെ നാട്ടിൽ ചികിത്സ കിട്ടാതെ മരിക്കാൻ ഇടവരരുത് എന്ന പ്രാർത്ഥനയോടെ മാധ്യമ സുഹൃത്തുക്കളും നമ്മളും നാട്ടുകാരും സന്നദ്ധ സംഘടനകളും ഒക്കെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് യോസഫ്. കോവിഡിന്റെ 2ാം തരംഗം അതിരൂക്ഷമായ സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കാൻ താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി യോഗം തീരുമാനിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ആവശ്യമായ ഘട്ടത്തിൽ CFLTC ആരംഭിക്കാനും തീരുമാനിച്ചതായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സൽമത്ത് അറിയിച്ചു. കോവിഡിന്റെ 2ാം തരംഗം അതിരൂക്ഷമായ സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കാൻ താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി യോഗം തീരുമാനിച്ചു. കോവിഡിന്റെ 2ാം വരവ് അതിരൂക്ഷമായ സാഹചര്യത്തിൽ ഈ മഹാമാരിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി അടിയന്തരമായ നടപടികൾ സ്വീകരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി താനൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണസമിതി യോഗം ചേരുകയും നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. മഹാവിപത്തിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ നടപടികൾ അതാത് ഗ്രാമപഞ്ചായത്തുകൾ സ്വീകരിച്ചത് പ്രസിഡന്റുമാർ വിശദീകരിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ പോലെ നമ്മുടെ നാട് അതിഭയാനകമായ രൂപത്തിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഉത്തരേന്ത്യയെ പോലെ കേരളവും മാറാൻ സാധ്യതയുണ്ട് എന്ന ആശങ്ക പങ്കുവച്ച സാഹചര്യത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിക്കുള്ളിൽ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ട നടപടികളാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ പ്രവർത്തനത്തെ അവലോകനം ചെയ്തു. നമ്മുടെ മെഡിക്കൽ ഓഫീസർ അടക്കമുള്ളവർ കാര്യങ്ങൾ വിശദീകരിച്ചു. ഇനി നമുക്ക് CFLTC സെൻ്ററുകൾ നമുക്ക് വേണ്ടതുണ്ട്. അതിന് വേണ്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു.
ആവശ്യമെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ CFLTC ആരംഭിക്കാനും തീരുമാനിച്ചു. ഇതിൻ്റെ റിപ്പോർട്ടിംഗ് 800ഓളം പേർക്കാണ് നമുക്ക് നിലവിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അണ്ടറിൽ അല്ലെങ്കിൽ പരിധിക്കുള്ളിലുള്ള പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ CFLTCയിൽ 30 പേര് CFLTCയിലുണ്ട്. നമുക്ക് അങ്ങനെ ആ ഒരു സാഹചര്യത്തിലാണ് നിലവിലുള്ളത്. നമുക്ക് എല്ലാ ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് രാഷ്ട്രീയ ഭേദമന്യേ നമുക്ക് ഈ വിഷയത്തിൽ ഒരു അടിയന്തിരമായ ശ്രദ്ധ നമുക്ക് വെക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രവർത്തനത്തിൻ്റെ അഭാവം കൊണ്ട്, നമ്മുടെ ജാഗ്രതൻ്റെ കുറവ് കൊണ്ട് ഇങ്ങനെ ഈ രോഗത്തെ വ്യാപകമാക്കാൻ നമുക്ക് സമ്മതിച്ചുകൂടാ. ആളുകൾക്കിടയിൽ മതിയായ രീതിയിലുള്ള ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ ഗ്രാമപഞ്ചായത്തിലെയും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ അടിയന്തിരമായ മീറ്റിംഗ് ബ്ലോക്ക് പഞ്ചായത്ത് വിളിച്ചു ചേർക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ മെഡിക്കൽ ഓഫീസറുടെയൊക്കെ നേതൃത്വത്തിൽ ഇതാണ് നമ്മളെടുത്തിട്ടുള്ള തീരുമാനം. CFLTC സെൻ്ററുകൾക്ക് വേണ്ട സൗകര്യങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ വേണ്ട സൗകര്യങ്ങൾ നമ്മൾ ഏർപ്പെടുത്തും. എത്രയും പെട്ടെന്ന് ഈ മഹാമാരിയെ പ്രതിരോധിച്ച് തടയിടാൻ വേണ്ട എല്ലാവിധ ശ്രമങ്ങളും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ഈ നാട്ടിലെ പൊതുജനങ്ങളെയും ഉത്തരവാദിത്തപ്പെട്ടവരെയും ഒക്കെ ഞങ്ങൾ അറിയിക്കുകയാണ്. വാക്കാട് കടപ്പുറത്ത് കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച് മത്സ്യവിൽപ്പന. സാമൂഹ്യ അകലം പാലിക്കാതെ സമീപത്തെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി നിരവധി ആളുകളാണ് മത്സ്യം വാങ്ങാൻ ഇവിടെ എത്തുന്നത്. നിരോധനാജ്ഞ നിലനിൽക്കുന്ന വെട്ടം പഞ്ചായത്തിൽ വാക്കാട് കടപ്പുറത്ത് കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച മത്സ്യവിൽപ്പന. സാമൂഹ്യ അകലം പാലിക്കാതെ സമീപത്തെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി നിരവധി ആളുകളാണ് മത്സ്യം വാങ്ങാനായി ഇവിടെ എത്തുന്നത്. പരാതി ലഭിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി നിർദ്ദേശങ്ങൾ നൽകി. മത്സ്യം വാങ്ങിക്കാനെത്തിയവരെ തിരിച്ചയച്ചു. നിരോധനാജ്ഞ നിലനിൽക്കുന്നതിനാൽ പോലീസിന്റെയും സെക്ടറൽ മജിസ്ട്രേറ്റിന്റെയും നേതൃത്വത്തിൽ കടുത്ത നിയന്ത്രണമാണ് പഞ്ചായത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി വാഹന പരിശോധനയിൽ 100ഓളം പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കോവിഡ് വാക്സിൻ ബോധവൽക്കരണ സന്ദേശവുമായി മലപ്പുറം ജില്ലാ റെസിഡൻസ് അസോസിയേഷന്റെ സഹകരണത്തോടെ നിർമ്മിച്ച വാക്സിൻ 1 ഹ്രസ്വചിത്രത്തിന്റെ CD പ്രകാശനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ CD പ്രകാശനം നിർവഹിച്ചു. കോവിഡ് വാക്സിൻ ബോധവൽക്കരണ സന്ദേശവുമായി ജില്ലാ റെസിഡൻസ് അസോസിയേഷന്റെ സഹകരണത്തോടെ നിർമ്മിച്ച വാക്സിൻ 1 ഹ്രസ്വചിത്രത്തിന്റെ CD പ്രകാശനം നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ നിർവഹിച്ചു. തിരൂരിലെ KK റസാഖ് എന്ന ഒരു വളരെ നല്ല ഒരു സന്ദേശവുമായിട്ട് ഒരു ഹ്രസ്വചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അതിനുവേണ്ടി സഹായിച്ച നമ്മുടെ മജസ്റ്റിക് ജ്വല്ലറിൻ്റെ അഹമ്മദ് കയും പിന്നെ നമ്മുടെ തഹസിൽദാർ ഫവാസ് ഡോക്ടർ എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. കാരണം തന്നാലാവുന്നത് അവർ ചെയ്തല്ലോ. ഈ കോവിഡ് മഹാമാരി ഇത്രയധികം സ്പ്രെഡായി നിൽക്കുന്ന ഈ സമയത്ത് തങ്ങളിലൂടെ എന്തെങ്കിലും ഒരു മെസ്സേജ് നാടിന് ലഭിക്കുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമായി കണ്ട് ഇതിന് മുന്നിട്ടിറങ്ങിയ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. മാത്രമല്ല ഈ സമയത്ത് എല്ലാവരും സാമൂഹിക അകലം പാലിക്കുകയും കോവിഡിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെ ജീവിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്ന തരത്തിലുള്ള ഒരു മെസ്സേജാണ് ഇതിൽ നിന്ന് പോകുന്നത്. എന്തായാലും ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്ത എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നന്ദി. KKRന്റെ ഈ ഉദ്യമത്തിന് എല്ലാവിധ ഭാവങ്ങളും നേടിയാണ്. ഇത് റവന്യൂ ജീവനക്കാരെന്ന നിലയിൽ ഞങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ ഇത്തരം പ്രശ്നങ്ങളിൽ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവിധ ഭാവങ്ങളും KKR നൽകുകയാണ്. കോവിഡ് മഹാമാരി നമ്മളുടെ നാടിനെയും പ്രദേശത്തെയും ഒക്കെ കുടിച്ച് കുലുക്കിയ ഈ അവസരത്തിൽ അതിൻ്റെ വാക്സിനേഷൻ്റെ പ്രാധാന്യം വിവരിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് എല്ലാം കൊണ്ടും വളരെയധികം ശ്ലാഘനീയമാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ആളുകൾക്കും പ്രത്യേകിച്ച് KK റസാഖാജിക്കൊക്കെ എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. ഇതോട് സഹകരിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. സംവിധാനം ചെയ്തത് ബഷീർ വീഡിയോ വ്യൂ, അതുപോലെ തന്നെ നിർമ്മാണം KK റസാഖാജി, പിന്നെ തിരക്കഥ റഷീദ് തലക്കടത്തൂർ, ക്യാമറ ആൻഡ് എഡിറ്റിംഗ് സുധി MP നായർ. TR പ്രൊഡക്ഷൻസിന്റെ ബാനറിലാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. റെസിഡൻസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KK അബ്ദുറസാഖ് ഹാജി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഞങ്ങളിപ്പോൾ 5ാമത്തെ പ്രോഗ്രാമാണ്, ഷോർട്ട് ഫിലിമാണ് ഇപ്പോൾ ഇറക്കുന്നത്. ആദ്യം ഞങ്ങൾ ഇറക്കിയിട്ടുള്ളത് മാസ്ക് ധരിക്കുക, അതേമാതിരി ഹാൻഡ് വാഷ് ചെയ്യുക എന്ന് പറയുന്നൊരു ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇറക്കി. അതുകൂടാതെ പിന്നെ 2ാമതായിട്ട് ഒരു കൃഷിക്കാരനായിട്ട് വിഷരഹിത
കൃഷി എങ്ങനെ ഉണ്ടാക്കും എന്ന് ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുന്ന ഒരു വീഡിയോ ഇറക്കി. അതിനുശേഷം ഞങ്ങൾ ഇറക്കിയിട്ടുള്ളത് ലഹരി വിരുദ്ധ പ്രോഗ്രാമാണ്. ലഹരി വിരുദ്ധ പ്രോഗ്രാം അത് ഞങ്ങൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതിയോട് കൂടിയിട്ട് ഇറക്കിയതാണ്. അതിനുശേഷം ഞങ്ങൾ 65 വയസ്സിനും 10 വയസ്സിനും മുകളിലുള്ള ആളുകൾ പുറത്തിറങ്ങരുത് എന്നുള്ളൊരു മെസ്സേജ് ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. അതിനനുകൂലമായിട്ട് ഞങ്ങളൊരു വീഡിയോ ഇറക്കി. ഇതിപ്പോൾ വാക്സിൻ 1 എന്ന് പറയുന്ന ഈ പരിപാടി ജനങ്ങൾക്ക് വ്യാകുലപ്പെടുന്നൊരു പരിപാടിയാണ്. അത് അവർ ഇത് എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇതിൻ്റെ റിഫ്ലക്ഷൻ വരുമോ അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും സൈഡ് എഫക്റ്റ് വരുമോ എന്നുള്ള ഒരു ജനങ്ങൾക്കൊരു അപബോധം അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ചിത്രമാണ് ഞങ്ങൾ ഇറക്കിയ വാക്സിൻ 1 എന്നുള്ള ഈ പ്രോഗ്രാം. ഇത് ജനങ്ങൾ അംഗീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. തിരൂർ തഹസിൽദാർ PS ലാൽചന്ദ്, മജസ്റ്റിക് അഹമ്മദ്, ഡോക്ടർ ഫവാസ് മുസ്തഫ, ഉള്ളാട്ടിൽ രവീന്ദ്രൻ, ബഷീർ, സുധി, N റഷീദ്, AP ഹനീഫ തുടങ്ങിയവർ സംബന്ധിച്ചു. തിരൂർ കാടായിത്തോട് മലിനപ്പെടുത്തുന്നതായി പരാതി. ഹോട്ടൽ മാലിന്യങ്ങളും മറ്റും തോട്ടിൽ കുമിഞ്ഞുകൂടിയതോടെ ദുർഗന്ധം വമിക്കുകയാണ്. പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ സ്ഥലം സന്ദർശിച്ചു. തിരൂർ നഗരസഭയിലെ വാര്യത്തറ, മാവുംകുന്ന്, കല്ലിങ്ങൽ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന 16, 17, 18 വാർഡുകളിലൂടെ ഒഴുകുന്ന കാടായിത്തോട് മലിനപ്പെടുത്തുന്നതായി പരാതി. ഹോട്ടൽ വേസ്റ്റുകളും മാലിന്യങ്ങളും നിറഞ്ഞു കവിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന സ്ഥിതിയിലാണ് കാടായിത്തോട് ഇപ്പോൾ. സമീപത്തെ പുൽച്ചെടികളും മറ്റും തോട്ടിൽ കുമിഞ്ഞുകൂടിയതിനാൽ വെള്ളത്തിന് നിറമാറ്റവും സംഭവിച്ചിട്ടുണ്ട്. പ്രദേശവാസികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് ചെയർപേഴ്സൺ AP നസീമ സ്ഥലം സന്ദർശിച്ചു. കൗൺസിലർമാരായ KP അബ്ദുള്ളക്കുട്ടി, IP സീനത്ത, പൊതുപ്രവർത്തകരായ മൊയ്തുഷ, മുനീർ, ഖാദർ എന്നിവർ ചെയർപേഴ്സൺ അനുഗമിച്ചു. ആവശ്യമായ നടപടി നഗരസഭ കൈക്കൊള്ളുമെന്ന് ചെയർപേഴ്സൺ ഉറപ്പു നൽകി. തിരൂർ നഗരസഭയിലെ 16, 17, 19 വാർഡുകൾ കേന്ദ്രീകരിക്കുന്ന സ്ഥലത്തുള്ള ഈ കാടായിത്തോട് വളരെ മോശമായ അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് നടപടി എന്ന് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വന്നത്. തീർച്ചയായും വളരെ മോശമായ അവസ്ഥയിലാണ് ഈ തോടിപ്പോൾ നിലനിൽക്കുന്നത്. അതിനുവേണ്ടി പുതിയ ഫണ്ട് ഉപയോഗിച്ച് ഈ തോട് നവീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവൃത്തി ഉടൻ നടപ്പാക്കണമെന്നാണ് നഗരസഭ ആഗ്രഹിക്കുന്നത്. അന്തരിച്ച DCC പ്രസിഡന്റ് VV പ്രകാശിൻ്റെ നിര്യാണത്തിൽ തേങ്ങി നാടും നാട്ടുകാരും. മലപ്പുറം DCC ഓഫീസിലും എടക്കരയിലെ വീട്ടിലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നേതാക്കളെത്തി. ഹൃദയാഘാതത്തെ തുടർന്ന് പുലർച്ചെ 4:30 മഞ്ചേരി മെഡിക്കൽ കോളേജിലായിരുന്നു പ്രകാശിൻ്റെ അന്ത്യം. 56 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മലപ്പുറം ജില്ല കണ്ട ഏറ്റവും സൗമ്യനായ രാഷ്ട്രീയക്കാരനായ VV പ്രകാശിന്റെ അന്ത്യം. പുലർച്ചെ 4:30 ഹൃദയാഘാതമുണ്ടായതിനെ തുടർന്ന് അദ്ദേഹത്തെ ഉടൻ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഹൃദയാഘാതത്തെ തുടർന്ന് ആദ്യം എടക്കരയിൽ തന്നെ വീടിനടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ സ്ഥിതി ഗുരുതരമായതിനെ തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരിച്ചത്. രാവിലെ മലപ്പുറം DCC ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ കോൺഗ്രസ് നേതാക്കൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. പ്രമുഖ നേതാക്കളെല്ലാം പ്രകാശിന്റെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, ആര്യാടൻ ഷൗക്കത്ത്, AP അനിൽകുമാർ, T സിദ്ദിഖ്, K സുധാകരൻ, VM സുധീരൻ, MK രാഘവൻ എന്നീ കോൺഗ്രസ് നേതാക്കൾ അനുശോചനം രേഖപ്പെടുത്തി. നഷ്ടമായത് സ്നേഹസമ്പന്നനായ സഹോദരനെയാണെന്ന് രമേശ് ചെന്നിത്തല അനുശോചിച്ചു. അപ്രതീക്ഷിത വിയോഗം ഞെട്ടലുണ്ടാക്കിയെന്ന് AK ആന്റണി പറഞ്ഞു. ജനമനസ് തൊട്ടറിഞ്ഞ നേതാവെന്നാണ് K സുധാകരൻ പ്രതികരിച്ചത്. വ്യക്തിപരമായും രാഷ്ട്രീയപരമായും തീരാ നഷ്ടമെന്ന് KC വേണുഗോപാലും നഷ്ടമായത് സൗമ്യനായ നേതാവിനെയെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു. സ്മിതയാണ് പ്രകാശിന്റെ ഭാര്യ. +2 വിദ്യാർത്ഥിനിയായ നന്ദനയും 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ നിളയുമാണ് മക്കൾ. രാഷ്ട്രീയ സത്യസന്ധതയുടെ ആൾരൂപമായിരുന്നു VV പ്രകാശ്. ജനമനസ് തൊട്ടറിഞ്ഞ അടിമുടി രാഷ്ട്രീയക്കാരനായ നേതാവ്. നിലമ്പൂരിലെയും ജില്ലയിലെയും തന്നെ UDF സംവിധാനത്തെ മുഴുവൻ തനിക്കൊപ്പം നിർത്തുന്നതിൽ അദ്ദേഹം വിജയിച്ചു. എക്കാലവും കാത്തുസൂക്ഷിച്ച സൗമ്യമായ രാഷ്ട്രീയ പ്രവർത്തനമാണ് അദ്ദേഹത്തെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിത്വം വരെയും ജില്ലാ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം വരെയും എത്തിച്ചത്. സ്കൂൾ തലം മുതൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിലൂടെ കടന്നുവന്ന ജനനേതാവായിരുന്നു VV പ്രകാശ്. കർഷകനായിരുന്ന കുന്നുമ്മൽ കൃഷ്ണൻ നായർ, സരോജിനി അമ്മ ദമ്പതികളുടെ മകനായി എടക്കരയിലാണ് VV പ്രകാശിന്റെ ജനനം. എടക്കര സർക്കാർ ഹൈസ്കൂളിലും ചുങ്കത്തറ MPM ഹൈസ്കൂളിലുമായി സ്കൂൾ പഠനം പൂർത്തിയാക്കി. മമ്പാട് MES കോളേജിലും മഞ്ചേരി NSS കോളേജിലുമായി
കോളേജ് വിദ്യാഭ്യാസം. കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിൽ നിന്ന് നിയമത്തിൽ ബിരുദം. കോഴിക്കോട് സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി. ഹൈസ്കൂൾ പഠനകാലത്ത് തന്നെ KSUവിലൂടെ രാഷ്ട്രീയത്തിൽ രംഗപ്രവേശനം ചെയ്തു. അവിടെ മുതൽ ഇങ്ങോട്ട് പതിറ്റാണ്ടുകൾ നീണ്ട പൊതുപ്രവർത്തന ജീവിതത്തിൽ എന്നും സത്യസന്ധതയും സൗമ്യതയും കാത്തുസൂക്ഷിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സ് കീഴടക്കിയായിരുന്നു പ്രകാശ് പ്രവർത്തിച്ചിരുന്നത്. അതുതന്നെയാണ് അദ്ദേഹത്തെ 2 തവണ നിയമസഭയിലേക്കും മത്സരരംഗത്ത് നിയോഗിക്കാൻ പാർട്ടിയെ പ്രചോദിപ്പിച്ച ഘടകവും. തവനൂരിൽ 2011 അദ്ദേഹത്തിന്റെ ആദ്യ അംഗം. തവനൂരിന്റെയും ആദ്യ നിയമസഭാ പോരാട്ടം. അന്ന് KT ജലീലിനോട് കേവലം 5000-ൽ പരം വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. 2016 നിലമ്പൂർ മണ്ഡലത്തിനായി ആഗ്രഹിച്ചെങ്കിലും പാർട്ടി നിയോഗിച്ചത് ജില്ലയിലെ കോൺഗ്രസിനെ നയിക്കാനായിരുന്നു. ഒരു പരിഭവവുമില്ലാതെ പാർട്ടി ഏൽപ്പിച്ച ദൗത്യം അദ്ദേഹം ഏറ്റെടുത്തു നടത്തി. പാർട്ടിയെയും മുന്നണിയെയും ആർക്കും പരാതിയില്ലാത്ത രൂപത്തിൽ പ്രകാശ് നയിച്ചു. പ്രകാശിന്റെ വ്യക്തിത്വം തിരിച്ചറിയാൻ KT ജലീൽ എഴുതിയ ഒറ്റ വാചകം മതി. എക്കാലത്തെയും ശക്തനും സൗമ്യനും മാന്യനുമായ എന്റെ എതിർ സ്ഥാനാർത്ഥി ആരെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ, അത് പ്രകാശാണ് എന്നാണ് ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. നഷ്ടപ്പെട്ട നിലമ്പൂർ സീറ്റ് പ്രകാശിലൂടെ തിരിച്ചുപിടിക്കാമെന്ന് കോൺഗ്രസ് പ്രത്യാശിച്ചിരിക്കുമ്പോഴാണ് ഫലമറിയാൻ 2 ദിവസം ശേഷിക്കെ പ്രകാശിന്റെ അപ്രതീക്ഷിത വിയോഗം. കോൺഗ്രസ് ഏറനാട് താലൂക്ക് ജനറൽ സെക്രട്ടറി, മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട്. KSUവിന്റെ ഏറനാട് താലൂക്ക് ജനറൽ സെക്രട്ടറി, മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട്. പിന്നീട് KC വേണുഗോപാൽ പ്രസിഡന്റായ സമയത്ത് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയിൽ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. K മുരളീധരനും രമേശ് ചെന്നിത്തലയും പ്രസിഡന്റുമാരായ KPCC കമ്മിറ്റികളിൽ സെക്രട്ടറിയായും VV പ്രകാശ് പ്രവർത്തിച്ചിട്ടുണ്ട്. 4 വർഷം മുമ്പ് മലപ്പുറം ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റായി നിയമിതനായി. സംഘടനാ പദവികൾക്കിടെ കോഴിക്കോട് സർവകലാശാല സെനറ്റ് അംഗം, KSRTC ഡയറക്ടർ, FCI അഡ്വൈസറി ബോർഡ് അംഗം, ഫിലിം സെൻസർ ബോർഡ് അംഗം, എടക്കര ഗ്രാമപഞ്ചായത്ത് അംഗം, എടക്കര ഈസ്റ്റ് ഏറനാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങളും വഹിച്ചു. എന്നും നല്ല സൗഹൃദം കാത്തു സൂക്ഷിച്ച വ്യക്തിയായിരുന്നു VV പ്രകാശ് എന്ന് V അബ്ദുറഹ്മാൻ MLA അനുസ്മരിച്ചു. എൻ്റെ പ്രിയ സുഹൃത്ത് VV പ്രകാശിൻ്റെ നിര്യാണത്തിൽ ഏറ്റവും അധികം ദുഃഖം രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹം ആദ്യമായി KSUവിൻ്റെ ജില്ലാതല നേതാവായി മലപ്പുറത്ത് എത്തിയ കാലം മുതൽ ഏറ്റവും നല്ല സൗഹൃദമായിരുന്നു ഞങ്ങൾ സൂക്ഷിച്ചിരുന്നത്. അമ്പാട് കോളേജിലും അതിനുശേഷം മഞ്ചേരി NSS കോളേജിലൊക്കെ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥി ജീവിതം തുടങ്ങുന്ന കാലത്ത് PCC ഓഫീസുമായി വലിയ ബന്ധം പുലർത്തിയിരുന്ന ഒരാളായിരുന്നു പ്രിയപ്പെട്ട VV. ഇന്ന് മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമുന്നതനായ നേതാവായി, PCC പ്രസിഡൻ്റായി അദ്ദേഹം ഇരിക്കുന്ന സമയത്താണ് ഏറ്റവും ദുഃഖകരമായ ഈ വാർത്ത അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എന്നും നല്ല സൗഹൃദം പുലർത്തിയിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം. ഞങ്ങളൊന്നിച്ച് പ്രവർത്തിച്ചിരുന്ന കാലത്തും അതേ സൗഹൃദം കൊണ്ട് മുന്നോട്ട് പോയിരുന്നു. അദ്ദേഹം വഹിച്ചിരുന്ന ഓരോ പദവികളിലും, KPCC സെക്രട്ടറി ആയിരുന്ന സമയത്തായാലും, ഇപ്പോൾ പ്രസിഡൻ്റായ സമയത്തായാലും, തവനൂരിൽ മത്സരിച്ച സമയത്തായാലും ഒക്കെ തന്നെ ഏറ്റവും നല്ല ബന്ധം പുലർത്തുന്ന അദ്ദേഹത്തിൻ്റെ വിയോഗം വലിയ ദുഃഖം സമ്മാനിക്കുന്നതാണ്. സമസ്തയ്ക്ക് കീഴിലെ മദ്രസകളിലെ പൊതുപരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 96.08% വിജയ ശതമാനം. 506 വിദ്യാർത്ഥികൾ ടോപ്പ് പ്ലസ് റാങ്ക് ലഭിച്ചു. 5, 7, 10 +2 ക്ലാസ്സുകളിലായി 2,54,205 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. ഈ കോവിഡിൻ്റെ സാഹചര്യത്തിലും ക്ലാസ്സുകളൊക്കെ മുടങ്ങിയ സമയത്ത് ഓൺലൈനായും സൗകര്യം കിട്ടിയ സമയത്ത് ഓഫ്ലൈനായും ക്ലാസ്സുകൾ നടത്തി ലോകത്തിന് തന്നെ മാതൃക കാണിച്ചു. എത്രയോ കോടി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പുറമെ എത്രയോ കോടി ജനങ്ങളാണ് ആ ക്ലാസ് വീക്ഷിച്ചത്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ പരീക്ഷാ ബോർഡ് ഏപ്രിൽ 2, 3 തീയതികളിൽ വിദേശങ്ങളിൽ ഓൺലൈനായും 3, 4 തീയതികളിൽ ഇന്ത്യയിൽ ഓഫ്ലൈനായും നടത്തിയ പൊതുപരീക്ഷയുടെ ഫലമാണ് പ്രസിദ്ധീകരിച്ചത്. 5, 7, 10 +2 ക്ലാസുകളിൽ രജിസ്റ്റർ ചെയ്ത 2,62,577 വിദ്യാർത്ഥികളിൽ 2,54,205 പേരാണ് പരീക്ഷ എഴുതിയത്. ഇതിൽ 2,44,228 പേർ വിജയിച്ചു. 96.08% വിജയ ശതമാനം. ആകെ വിജയിച്ചവരിൽ 506 പേർ ടോപ്പ് പ്ലസും 18
28,212 പേർ ഡിസ്റ്റിങ്ഷനും 42,543 പേർ ഫസ്റ്റ് ക്ലാസും 28,145 പേർ സെക്കൻഡ് ക്ലാസും 1,54,822 പേർ തേർഡ് ക്ലാസും കരസ്ഥമാക്കി. കേരളം, കർണാടക, പോണ്ടിച്ചേരി, തമിഴ്നാട്, അന്തമാൻ, ലക്ഷദ്വീപ്, UAE, ഖത്തർ, സൗദി അറേബ്യ, ബഹ്റൈൻ, ഒമാൻ, കുവൈത്ത് എന്നിവിടങ്ങളിലായി 7,224 സെന്ററുകളിലാണ് പരീക്ഷ നടന്നത്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ 10,287 അംഗീകൃത മദ്രസകളിലെ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. 5ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയ 1,14,049 കുട്ടികളിൽ 1,10,327 പേരും വിജയിച്ചു. 96.74% വിജയം. 300 ടോപ്പ് പ്ലസും 12,409 ഡിസ്റ്റിങ്ഷനും 28,899 ഫസ്റ്റ് ക്ലാസും 17,856 സെക്കൻഡ് ക്ലാസും 50,863 തേർഡ് ക്ലാസും ലഭിച്ചു. 7ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്കിരുന്ന 96,877 കുട്ടികളിൽ 92,208 പേർ വിജയിച്ചു. 95.18% വിജയം. 75 ടോപ്പ് പ്ലസും 3,503 ഡിസ്റ്റിങ്ഷനും 7,449 ഫസ്റ്റ് ക്ലാസും 6,350 സെക്കൻഡ് ക്ലാസും 74,831 തേർഡ് ക്ലാസും ലഭിച്ചു. 10ാം ക്ലാസ് പരീക്ഷയ്ക്കിരുന്ന 37,064 കുട്ടികളിൽ 35,639 പേർ വിജയിച്ചു. 96.16% വിജയം. 88 ടോപ്പ് പ്ലസും 1,559 ഡിസ്റ്റിങ്ഷനും 4,894 ഫസ്റ്റ് ക്ലാസും 3,240 സെക്കൻഡ് ക്ലാസും 25,858 തേർഡ് ക്ലാസും ലഭിച്ചു. പ്ലസ് 2 ക്ലാസ്സിൽ പരീക്ഷയ്ക്കിരുന്ന 6,215 കുട്ടികളിൽ 6,054 പേരാണ് വിജയിച്ചത്. 97.41% വിജയം. 43 ടോപ്പ് പ്ലസും 741 ഡിസ്റ്റിങ്ഷനും 1,301 ഫസ്റ്റ് ക്ലാസും 699 സെക്കൻഡ് ക്ലാസും 3,270 തേർഡ് ക്ലാസും ലഭിച്ചു. ഈ വർഷം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ 5ാം ക്ലാസ്സിൽ പങ്കെടുപ്പിച്ച് മികച്ച വിജയം കൈവരിച്ചത് മലപ്പുറം വെസ്റ്റ് ജില്ലയിലെ കടുങ്ങാത്തുകുണ്ട് താനൂർ KK ഹസ്രത്ത് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി മദ്രസയാണ്. 298 വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്തതിൽ 260 വിദ്യാർത്ഥികൾ വിജയിച്ചു. 7ാം ക്ലാസ്സിൽ 214 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 188 പേരും വിജയിച്ചു. 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ എടപ്പാൾ ഹിദായ നഗർ ദാറുൽ ഹിദായ മദ്രസയിലെ 130 കുട്ടികളിൽ മുഴുവൻ പേരും വിജയിച്ചു. പ്ലസ് 2 ക്ലാസ്സിൽ പരീക്ഷ എഴുതിയ പേങ്ങാട് ഇർഷാദ് ഷിബിയാൻ മദ്രസയിലും മലപ്പുറം വെസ്റ്റ് ജില്ലയിലെ VK പടി ദാറുൽ ഇസ്ലാം അറബിക് മദ്രസയിലും 27 കുട്ടികളും വിജയിച്ചു. റമദാൻ പുണ്യരക്തദാനത്തിൽ പങ്കാളികളായ യുവാക്കൾ. പെരിന്തൽമണ്ണയിൽ നടന്ന ക്യാമ്പിൽ 72 പേർ രക്തം ദാനം ചെയ്തു. നോമ്പ് തുറയ്ക്ക് ശേഷമാണ് രക്തദാന ക്യാമ്പ് ആരംഭിച്ചത്. ബ്ലഡ് ഡോണേഴ്സ് കേരള സംഘടിപ്പിക്കുന്ന റമദാൻ പുണ്യ രക്തദാന ക്യാമ്പിന്റെ ഭാഗമായാണ് പെരിന്തൽമണ്ണയിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. BDK പെരിന്തൽമണ്ണയാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. കോവിഡ് മഹാമാരിയുടെ ആശങ്കയും പ്രതിരോധ വാക്സിനേഷനുമെല്ലാം ഒന്നിച്ചു വന്നപ്പോൾ വരാനിരിക്കുന്ന രക്തദൗർലഭ്യം മുൻകൂട്ടി കണ്ടാണ് ബ്ലഡ് ഡോണേഴ്സ് കേരളയുടെ നേതൃത്വത്തിൽ ക്യാമ്പ് നടക്കുന്നത്. പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നോമ്പ് തുറക്ക് ശേഷം 7:30 മുതൽ തുടങ്ങിയ ക്യാമ്പ് രാത്രി 1 മണി വരെ നീണ്ടു. കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ച് BDK കോർഡിനേറ്റർമാരും ബ്ലഡ് ബാങ്ക് ജീവനക്കാരും രക്തദാതാക്കളും ഒരുമിച്ചു. 82 രജിസ്ട്രേഷനോടെ 72 പേരാണ് രക്തം ദാനം ചെയ്തത്. ബ്ലഡ് ബാങ്ക് ഇൻചാർജുകളായ ഫാറൂഖ്, സ്നേഹ, രാഹുൽ തുടങ്ങിയവരും BDK പെരിന്തൽമണ്ണ താലൂക്ക് അംഗങ്ങളായ വാസുദേവൻ, ബിബിൻ, ജയൻ, ഷഫീഖ്, ഗിരീഷ്, ഷമീർ, ഷിഹാബ്, വിശ്വൻ തുടങ്ങിയവരും ക്യാമ്പിന് നേതൃത്വം നൽകി. തിരുത്താഴെപ്പാലത്ത് പുലിയെ കണ്ടതായ അഭ്യൂഹം. വീട്ടുമുറ്റത്ത് കാൽപ്പാടുകളും കണ്ടെത്തി. വ്യാഴാഴ്ച പുലർച്ചെയോടെയാണ് സംഭവം. തിരുത്താഴെപ്പാലം ME സ്കൂളിന് സമീപത്ത് വ്യാഴാഴ്ച പുലർച്ചെയോടെയാണ് പുലിയെ കണ്ടതായി പ്രദേശവാസികൾ പറയുന്നത്. പടിഞ്ഞാറ പീടിയക്കൽ ഇബ്രാഹിമിന്റെ മകൻ മുഹമ്മദ് അൽഫാസാണ് പുലർച്ചെ 3 മണിയോടെ വീട്ടുമുറ്റത്തുനിന്ന് പുലിയെ കണ്ടത്. യാദൃശികമായി ജനവാതിൽ തുറന്ന സമയത്താണ് ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ മൊബൈൽ ചിത്രം പകർത്തുകയും ചെയ്തു. പുലർച്ചെ 3 മണിക്കാണ് കണ്ട്. ഇന്ന് ഞാൻ എൻ്റെ റൂമിൽ മേലെ ചെയ്യുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഫാന് കുറഞ്ഞ സ്പീഡിലിട്ട് അപ്പോൾ കൂട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ജനൽ തുറന്നിട്ട് ഇന്നലെ മഴ ഉണ്ടായതുകൊണ്ട് തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ജനൽ തുറന്നിട്ടിരുന്നു. അപ്പോൾ ജനലിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു നായി മരത്തൊരു മൃഗം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിനങ്ങനെ ഒരു ആട്ടനക്കൊന്നും ഇല്ലല്ലോ, രാത്രിയല്ലേ. അപ്പോൾ അതിന് മാത്രം ഇങ്ങനെ നോക്കിയിരുന്നപ്പോൾ എടുത്തെത്തിയപ്പോൾ അത് നായല്ല എന്നൊക്കെ മനസ്സിലായി. അപ്പോൾ കണ്ടേക്ക് അതിൻ്റെ കളറ് മഞ്ഞും അതൊക്കെ ആയപ്പോൾ എനിക്കൊരു ഡൗട്ട്. അപ്പോൾ ഞാൻ ഫോട്ടോ എടുത്തേക്ക് അത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതൊരു കല്ലട്ടി ഉണ്ടായിരുന്നു. അവിടെ കല്ലട്ടിട്ട് അതിൻ്റെ ബാക്കിലേക്കാണ് പോയി. പിന്നെ കണ്ടില്ല. പിന്നെ ഞാൻ അത് നേരെ അത് അവിടെ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവരെ അയൽവാസിത്തെ ശ്യാമെന്ന് പറയും, അവൻ്റെ ഫോണിലേക്ക് വിളിച്ച് അവനെ കിട്ടിയില്ല. അപ്പോൾ അവൻ്റെ വാട്സപ്പ് കയറിക്കാണ്ട് അവൻ്റേക്ക് തന്നെ വിട്ട്, ഡയറക്റ്റ് വാട്സപ്പിൽ നിന്നാണ് വിട്ടത്. എന്നിട്ട് അവൻ എനിക്ക് തിരിച്ച് വിളിച്ച് അവനോട് ഞാൻ പറഞ്ഞ് ഞാൻ അങ്ങനെ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അവൻ്റെ അച്ഛന് ഓപ്പോസിറ്റ് ഉണ്ട് ആ വീട്ടിൽ. അപ്പോൾ അവർക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞ് അവർ ടോർച്ചൊക്കെ അടിച്ച് നോക്കി. പിന്നെ അത്താഴത്തിൻ്റെ ടൈമായപ്പോൾ ഞാൻ നീച്ച് ഉമ്മാനോടൊക്കെ പറഞ്ഞ് എല്ലാവരോടും ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്ത് ഫോട്ടോ. എന്നിട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോൾ കണ്ടില്ല.
പിന്നെ വീട്ടിനുള്ളിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ അയൽവാസി അവർ തിരഞ്ഞു നോക്കിയപ്പോൾ അവർക്ക് ഇത് കിട്ടി, കാലിൻ്റെ അടയാളം. പുലിയെ കണ്ടത് പ്രദേശവാസികളെ വിവരം അറിയിച്ചെങ്കിലും നാട്ടുകാർ ഏറെ തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. പിന്നെ കാൽപ്പാടുകളൊക്കെ കണ്ടു. RRTക്ക് വിളിച്ചപ്പോൾ കാൽപാദങ്ങൾ കണ്ടിട്ട് കറക്റ്റ് തെളിയണില്ല എന്നാണ് പറഞ്ഞത്. പുലിനെ കണ്ടു എന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്തെന്ന് പറഞ്ഞപ്പോൾ ചിലപ്പോൾ പുലിയാവാൻ സാധ്യത ഉണ്ടെന്ന് തന്നെ അവർ പറഞ്ഞത്. പരിസരത്തെ വീടുകളുടെ മുറ്റത്ത് കാൽപ്പാടുകളും കണ്ടെത്തിയിട്ടുണ്ട്. തിരൂർ വില്ലേജ് ഓഫീസർ സ്ഥലം സന്ദർശിച്ചു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചിട്ടുണ്ട്. പ്രദേശവാസികൾ ആശങ്കയിലാണ്. 2 ഏക്കർ സ്ഥലത്തെ മത്തൻ കൃഷി വിളവെടുക്കും മുമ്പേ വേനൽ മഴയിൽ നശിച്ചു. പടന്നപ്പാട്ട് സീമയും ഭർത്താവ് മനോജും ചേർന്നിറക്കിയ മത്തൻ കൃഷിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ വേനൽ മഴയിൽ നശിച്ചത്. വേനൽ മഴയിൽ മംഗലം വാളമരുതൂരിൽ 2 ഏക്കർ സ്ഥലത്തെ മത്തൻ കൃഷി നശിച്ചു. 2 ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. പടന്നപ്പാട്ട് സീമയും ഭർത്താവ് മനോജും ചേർന്നിറക്കിയ മത്തൻ കൃഷിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വേനൽ മഴയിൽ നശിച്ചത്. ഈ വർഷത്തെ വേനൽ മഴ കാരണം പ്രതീക്ഷിച്ച വിളവ് ലഭിച്ചില്ല. വിളവുകളെല്ലാം വെള്ളത്തിനടിയിലായി. 90% വിളകളും വെള്ളത്തിനടിയിലായി. വളരെയധികം നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷമായി ഇവർ മത്തൻ കൃഷി ചെയ്തു വരുന്നുണ്ട്. കഴിഞ്ഞ തവണ 15,000 കിലോ മത്തൻ വിളവെടുത്ത് തിരൂരിലും നരിപ്പറമ്പിലും കൊണ്ടുപോയി വിൽപ്പന നടത്തിയിരുന്നു. ഇത്തവണ നശിച്ച കൃഷിയിടത്തിൽ നിന്ന് 1000 കിലോ മത്തൻ മാത്രമേ കേടുകൂടാതെ ലഭിച്ചുള്ളൂ. കൃഷിയിടം കൃഷി ഓഫീസർ സന്ദർശിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. വീട്ടുമുറ്റത്തു നിന്ന് മലമ്പാമ്പിനെ പിടികൂടി. 20 കിലോളം തൂക്കം വരുന്ന മലമ്പാമ്പിനെ ട്രോമാ കെയർ ഫോഴ്സിലെ TP ഉഷയും സംഘവും സാഹസികമായാണ് പിടികൂടിയത്. വ്യാഴാഴ്ച രാവിലെ 10 മണിയോടെയാണ് ഉണ്ണിയാൽ മരമിലിന് സമീപത്തെ കറുത്തങ്ങാട്ട് വേലായുധന്റെ വീട്ടിൽ നിന്ന് 20 കിലോളം തൂക്കം വരുന്ന മലമ്പാമ്പിനെ ട്രോമാ കെയർ ഫോഴ്സിലെ PT ഉഷയും സംഘവും സാഹസികമായി പിടികൂടിയത്. വീടിനോട് ചേർന്നുള്ള വിറകുപരിൽ കൂട്ടിയിട്ട മരങ്ങൾക്കിടയിൽ നിന്നും മലമ്പാമ്പിനെ വീട്ടുകാരാണ് ആദ്യം കണ്ടത്. പ്രദേശവാസികൾ പിടികൂടാൻ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. തുടർന്ന് എമർജൻസി റെസ്ക്യൂ ഫോഴ്സിലെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് ട്രോമാ കെയറിലെ TP ഉഷയും സംഘവും സ്ഥലത്തെത്തി അരമണിക്കൂറിനകം വിറകുകൾ നീക്കി മലമ്പാമ്പിനെ സാഹസികമായി പിടികൂടിയത്. ഇന്ന് രാവിലെയാണ് എനിക്ക് കോൾ വന്നത്. ഉണ്ണിയാൽ ഭാഗത്ത് ഒരു മലമ്പാമ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിത് ഇവിടെ എത്തി മലമ്പാമ്പിനെ കണ്ടു. അതിനെ റെസ്ക്യൂ ചെയ്തു. ഏകദേശം ഒരു 15 കിലോ തൂക്കം വരുന്നു, ഭാരമുണ്ട്. ഇത് നമ്മളെ RRTനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അവരെ ഏൽപ്പിക്കാറാണ് പൊതുവെ. വിളിച്ചിട്ടുണ്ട്. അവരെനിക്ക് വിളിച്ചിരുന്നു ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഇവിടുന്ന് ആദ്യം വിളിച്ചത് അവരെയാണ്. അവർ വീണ്ടും വിളിച്ചപ്പോൾ എന്നെയാണ് വിളിക്കാൻ പറഞ്ഞതെന്ന് അവർ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വന്നത്. ഇനിയിപ്പോൾ തിരിച്ച് അവരെ ഏൽപ്പിക്കുന്നത്. ഗ്യാരണ്ടി ഫാൻസി ആഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ന്യൂ ഫാഷൻ തിരൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. തിരൂർ ബസ് സ്റ്റാൻഡിന് സമീപം നസീം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ നിർവഹിച്ചു. ഗ്യാരണ്ടി ഫാൻസി ആഭരണങ്ങൾ, ബാഗ്, ഫുട്വെയർ, ഗിഫ്റ്റ് എന്നിവയുടെ ശേഖരവുമായാണ് ന്യൂ ഫാഷൻ തിരൂരിൽ പ്രവർത്തനം ആരംഭിച്ചത്. കോട്ടക്കൽ റോഡിൽ പെട്രോൾ പമ്പിന് സമീപം പ്രവർത്തനം ആരംഭിച്ച ന്യൂ ഫാഷന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ നിർവഹിച്ചു. രാജേട്ടൻ പറഞ്ഞ വാക്ക്, ഞാൻ ഈ സ്ഥാപനം തുറക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ മനസ്സിലാണ് നല്ല കാര്യം ചെയ്തിട്ട് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ ആ മനസ്സിലുള്ള നിറഞ്ഞ മനസ്സോടെ ഇന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ വ്യാപാരി വ്യവസായൻ്റെ പ്രസിഡന്റ് റഹ്മാനൊക്കെ പറഞ്ഞു, മോനോ നമുക്ക് ആ കടയിലൊന്ന് കടക്കണം. അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു മനുഷ്യസ്നേഹം ഉണ്ടെന്ന് കാണുന്നതാണ്. ആ മനുഷ്യസ്നേഹനെ കണ്ടു. എന്തില്ല, നല്ലൊരു ഓഫർ പാവപ്പെട്ട കുടുംബത്തിലേക്ക് എത്തിച്ചു. അതിന് സ്വന്തമല്ല, നിങ്ങൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് സാധനം പഠിക്കുമ്പോൾ അത് അർഹതപ്പെട്ട പാവങ്ങൾക്ക് ഇത് നല്ലൊരു പ്രോഫിറ്റ് പോകും. കാരണം ഒരുപാട് മനുഷ്യരുണ്ട് ഇപ്പോൾ വിഷമത്തോടെ നിൽക്കണം. അപ്പോൾ ഇത്രയും സ്ഥാപനങ്ങളിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുമ്പോഴാണ് ഈ ഹൃദയമുള്ള സ്നേഹമുള്ള മനുഷ്യത്വത്തിൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ അത് അർഹതപ്പെട്ടവർക്കും എത്തും. നമ്മൾ ചെയ്യുന്ന 100 രൂപ കൊണ്ട് സാധനം പഠിക്കുമ്പോൾ അതിന് 10 രൂപ പാവപ്പെട്ടവർ പോകുമ്പോൾ നമ്മളും കൂടി അതിന് പങ്കാളികളാണ്.
ദൈവം നമുക്ക് തന്ന ഈ സമ്പത്ത് നല്ല സ്ഥാപനങ്ങളിലും എത്തിക്കുക, ആ സ്ഥാപനങ്ങൾ വിജയിപ്പിക്കുക. അത്തരം സ്ഥാപനങ്ങൾ വളർന്നാൽ ഒരുപാട് പാവങ്ങൾക്ക് തണലാവും. എല്ലാവരും ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടും സഹായം ഒക്കെ ഉണ്ടാവണം. നിറഞ്ഞ മനസ്സുള്ള നഗരസഭ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി, ജീവകാരുണ്യ പ്രവർത്തകൻ നാസർ മാനു, കൗൺസിലർ സതീശൻ, മനോജ് പാറശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു. പുതിയ മോഡലുകളിൽ പുതിയ ഡിസൈനുകളിൽ കല്യാണത്തിന് ആവശ്യമായ എല്ലാ ആഭരണങ്ങളും ന്യൂ ഫാഷനിൽ ഒരുക്കിയിട്ടുണ്ട്. താനൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ചന്തപ്പറമ്പിൽ പരേതനായ പി ഹസൻകുട്ടിയുടെ ഭാര്യ KM ആയിഷാബി നിര്യാതയായി. 75 വയസ്സായിരുന്നു. ഫാത്തിമ, നഫീസ മോൾ, ജമീല, നാസർ, അബ്ദുൽ ഗഫൂർ, ഹനീഷ്, ജാസ്മിൻ, റജീന എന്നിവർ മക്കളാണ്. താനൂർ കിഴങ്ങലപ്പറമ്പിൽ ചെറിയതിൻ്റെ ഭാര്യ പാർവതി നിര്യാതയായി. 72 വയസ്സായിരുന്നു. തങ്കമണി, രമണി, സരസ്വതി, മിനി എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്ക് രേഖപ്പെടുത്തി. മരണസംഖ്യയും വർദ്ധിച്ചു. 38,607 പേർക്ക് പുതുതായി രോഗം. 24 മണിക്കൂറിനിടെ 1,57,548 സാമ്പിളുകൾ പരിശോധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 24.5%. 48 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. 21,116 പേർ രോഗമുക്തരായി. ജില്ലയിൽ 3,857 പേർക്ക് പുതുതായി രോഗം. 999 പേർക്ക് രോഗമുക്തി. VV പ്രകാശിന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ തേങ്ങി നാടും പ്രവർത്തകരും. അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നിരവധി ആളുകൾ. മലപ്പുറം DCC ഓഫീസിലും എടക്കരയിലെ വീട്ടിലും പൊതുദർശനം. VV പ്രകാശിന്റെ അന്ത്യം പുലർച്ചെ ഹൃദയാഘാതത്തെ തുടർന്ന് പ്രകാശിന്റെ പെടുന്നതിനുള്ള നിര്യാണത്തിൽ ഉലഞ്ഞ് കോൺഗ്രസും UDFും. അനുശോചന പ്രവാഹം. സംസ്ഥാനങ്ങളിലെ മദ്രസകളിലെ പൊതുപരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 96.08% വിജയം. 506 വിദ്യാർത്ഥികൾക്ക് ടോപ്പ് പ്ലസ് റാങ്ക്. 5, 7, 10 +2 ക്ലാസുകളിലായി 2,54,205 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. വാക്കാട് കടപ്പുറത്ത് കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച മത്സ്യവില്പന. പ്രതിരോധ നടപടികൾ ഊർജിതമാക്കി താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.